ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പോപ്കിസ് ഗ്യാരേജിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വലിയൊരു നന്ദി പറഞ്ഞുകൊള്ളട്ടെ. കാരണം വെച്ചാൽ നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ചാനലിൽ നമ്മൾ 2 വീഡിയോ ഇട്ടു. ആ 2 വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടി, നല്ലൊരു സപ്പോർട്ട് തന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ഇടുന്ന കോണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 1:18 സ്കെയിലിലുള്ള ഒരു മോഡലാണ്. അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള മോഡലാണ്, വളരെ പഴയ ഒരു മോഡലാണത്. 1964 മോഡലാണ്. നമ്മളത് കാണിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. 1964 ഫോർഡിൻ്റെ ഒരു മോഡലാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്ക് അറിയത്തില്ല. ഫോർഡിൻ്റെ ഗാലക്സി 500 എന്ന് പറയുന്നൊരു മോഡലാണ്. 1964 മോഡലാണിത്. അന്നത്തെ സമയത്ത് ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടി എന്നൊക്കെ വേണം പറയാനായിട്ട്. ഇതിനെ ഒരു എന്താ പറയുന്നത്, ബക്കറ്റ് സീറ്റ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് സ്പെക്കോട് കൂടി വന്നൊരു മോഡലാണിത്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൈഡിലെല്ലാം ഫുള്ളി ക്രോമിയം പ്ലേറ്റിങ്സ്, അതുപോലെ തന്നെ അതിൻ്റെ വീൽസ് ഒക്കെ ഉണ്ടല്ലേ, ഒരു മാരക ഭംഗിയല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഇതിന് വന്നേക്കുന്ന ഒരു പ്രൈമറി കളർ എന്ന് പറയുന്നത് ഒരു യെലോയിഷ് ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഹാർഡ് റൂഫാണ് കൊടുത്തേക്കുന്നത്, ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ. പിന്നെന്താ പറയുന്നത്, അതിൻ്റെ ഡോഴ്സും ബൂട്ട്സും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് കേട്ടോ. ഇതെല്ലാം ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പിൽ ഉള്ളൊരു മോഡലാണിത്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് ആണ് കൊടുത്തേക്കുന്നത്. അന്നത്തെ കാലത്തെ ആ ഒരു സ്റ്റിയറിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, നല്ല പക്ക ഡീറ്റെയിലിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് വശം ഫുൾ ഡീറ്റെയിലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് പറഞ്ഞാൽ എന്താണ് ആ ഒറിജിനൽ രൂപം, അതുപോലെ തന്നെ പകർത്തി എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിംഗ് ബോണറ്റിനകത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇഞ്ചിൻ്റെ സ്പെക്കും കാര്യങ്ങളും എല്ലാം, ആ ഒരു യൂണിറ്റ് എല്ലാം അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇതും ആക്ച്വലി ഒരു ലിമിറ്റഡ് എഡീഷൻ പീസാണ്. ഇത് സൺസ്റ്റാർ എന്ന് പറയുന്ന ഒരു ഡൈകാസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ മോഡലാണിത്. ഇതും ഒരു ലിമിറ്റഡ് എഡീഷൻ പീസിൽ തന്നെ വരുന്നതാണിത്. ഇത് ഞാൻ മേടിക്കുന്നത് അറൗണ്ട് ഒരു 60 പൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിലാണ് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം ഞാൻ ഇതേ മോഡലിനെ ഞാൻ തപ്പിയപ്പോൾ ഒക്കെ നല്ല പ്രൈസാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്കെന്തോ ലക്ലി ഒരു 60 പൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 6000 രൂപ മുടക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണിത്. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു കിടുക്കാച്ചി മോഡലല്ലേ ഇത്. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പം തുടർന്നും ഇതേപോലുള്ള മോഡൽസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡൈകാസ്റ്റ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അടുത്ത വണ്ടിയായിട്ട് കാണാം. ബൈ.